ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നമുക്ക് അപ്രന്റീഷിപ്പ് ചെയ്താൽ പെർമനന്റ് വാക്കൻസിയിലേക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന പെർമനന്റ് വാക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ടോ, ഇനി അതെല്ലാം നമുക്കിത് ട്രെയിനിങ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കോൺട്രാക്ട് ബേസിലൊക്കെ അവിടെ കയറാനുള്ള പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് താല്പര്യം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനനുസരിച്ചൊക്കെ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തും. പിന്നെ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ, അതായത് എല്ലാ വീഡിയോയുടെ അടുത്തായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൻ്റെ അടുത്തായിട്ട് ജോയിൻ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാനിവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നോക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടൊരു എമൗണ്ട് ഉണ്ടാവും, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ജിയോസി ലജിലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതായത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അങ്ങനെ കുറേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ട് ആവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ചെന്താണ് അതിൻ്റേതായുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം 10 സെപ്റ്റംബർ 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പും ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പാണ് വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 10/9/2025 മുതൽ 25/9/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാക്കൻസി കാര്യങ്ങൾ നോക്കാം. ഇവിടെ കാണാം നിങ്ങൾക്ക് കാറ്റഗറി 1 ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വാക്കൻസികൾ എന്ന് കാണാം. ഇവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട് 12 വാക്കൻസി, മെക്കാനിക്കൽ 20 വാക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 6 വേക്കൻസി, സിവിലിൽ 15, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT നിങ്ങൾക്ക് 5 വേക്കൻസി, ദെൻ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിങ്ങൾക്ക് 4 വേക്കൻസി, മറൈനിൽ 4 വേക്കൻസി, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ 4, അങ്ങനെ 70 വേക്കൻസിയാണ് ടോട്ടൽ. മന്ത്ലി സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്ന എമൗണ്ടാണ് 12,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് കാറ്റഗറി 2 വരുന്നത് ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ 14 വേക്കൻസി, മെക്കാനിക്കൽ 20, ഇലക്ട്രോണിക്സിൽ 8 വേക്കൻസി, IT നിങ്ങൾക്ക് അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയാണ് 4 വേക്കൻസി, സിവിലിൽ 10 വേക്കൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ 5, കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ 9, അങ്ങനെ 70 വേക്കൻസി. ഇതിൽ 10,200 നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി നമ്പർ 1 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കാറ്റഗറി 1ലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE അല്ലെങ്കിൽ BTech ആണ്. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. BE അല്ലെങ്കിൽ നിങ്ങൾക്ക് BTech, അതായത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന BE അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ, അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഈ പറയുന്ന അതത് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന BE or BTech നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഈ കാറ്റഗറി 2ലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1 to 6 ആണ്. 1 to 6ലേക്ക് നിങ്ങൾക്ക് അതത് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സീരിയൽ നമ്പർ 1 to 6 വരെയുള്ള ആ ഒരു അതത് ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, പിന്നെ ഇതിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് സീരിയൽ നമ്പർ 7ലേക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കേരളത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് അതർ സ്റ്റേറ്റിലുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ താമസിക്കുന്നവർക്ക് മാത്രം അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന 2021-ലോ 22-ലോ 23-ലോ 24-ലോ 25-ലോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇയറിൽ പാസ്സായതായിരിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2020 നിങ്ങളുടെ BE or BTech അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2019 പറ്റില്ല, 18 പറ്റില്ല. 2021, 22, 23, 24, 25 ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇയറിൽ നിങ്ങൾ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന 2020-ഓ 2019-ലോ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു മീനിങ് എത്രേ ഉള്ളൂ, അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ശരിക്കും ഗവൺമെൻറ് ഫണ്ടോട് കൂടി നമുക്ക് സ്റ്റൈപ്പൻഡ് തന്നിട്ട് നമ്മൾ എന്താണ് ആ ഒരു നല്ലൊരു
ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി നമ്മൾ ട്രെയിൻഡായി നമുക്ക് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തു, പിന്നെ നമുക്ക് അപ്രന്റീഷിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അപ്രന്റീഷിപ്പിൻ്റെ ഒരു പർപ്പസ് അതാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ഒരു നിശ്ചിത ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം പിന്നിടാൻ പാടില്ല. അപ്പോൾ ഡിപ്ലോമ, ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് മാക്സിമം 5 വർഷമാണ്. അപ്പോൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം മെൻഷൻ ചെയ്യും, ഇങ്ങനെ ഉണ്ടെങ്കിൽ 5 വർഷമാണ്. അപ്പോൾ നമുക്ക് നാറ്റ്സിലൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെയുള്ള കണ്ടീഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം പിന്നിടാൻ പാടില്ല കണ്ടീഷനാണ് ഇവിടെ കേട്ടോ. അതാണ് ഈ പറയുന്ന ഇയർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2021 നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ആണ് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. 2022 നിങ്ങൾ BA BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 23 പറ്റും, 24 പറ്റും, 25 പറ്റും. ഇതിൽ ഏത് വർഷമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്, അറിയുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും മറ്റു ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി 1-ൻ്റെത് നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. ഓക്കെ, അതായത് BA BTech ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതുപോലെ ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ, ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണ് ഇപ്പം CGPA ഒക്കെ ആയിരിക്കും അധികം കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് 6.8 അല്ലെങ്കിൽ 7.8 ഇങ്ങനെ ഒരു 10ൻ്റെ താഴെയുള്ള നമ്പർ ആയിരിക്കും നമുക്ക് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് CGPA. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണം. അപ്പോൾ പെർസെൻറ്റേജ് ആക്കി മാറ്റാനുള്ളൊരു ക്രൈറ്റീരിയ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഉണ്ടായിരിക്കും എന്ത്, CGPA ഇൻറ്റു എന്താണ് 9.5 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് അതിനെ കൺവേർഷൻ, അതായത് ഈ CGPAയിൽ നിന്നും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോർമുല അതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ നോക്കുക, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം എന്താണ് ഫോർമാറ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ പെർസെൻറ്റേജ് ആക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്താണ് 8.6 ആണ് CGPA എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ട്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന CGPA ഇൻറ്റു 9.5 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 8.6 എന്ത് ചെയ്യണം, ഞാൻ 9.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്, അതാണ് എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ എല്ലാ സമയത്തും എന്താണ് CGPA മെൻഷൻ ചെയ്തോളണം, അതായത് ഈ CGPA അല്ല, നമ്മുടെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്ന CGPA പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുല മെൻഷൻ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു പ്രത്യേക മെത്തേഡുകളൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്നും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതില്ല, 10 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻ കേസ് അങ്ങനെ ഇല്ലെങ്കിൽ കേട്ടോ, നമ്മൾ അന്വേഷിക്കണം. അതായത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അന്വേഷണം നടത്തിയതിന് ശേഷം അങ്ങനെ ഒരു പ്രത്യേക ഫോർമാറ്റ് ഇല്ല എന്നൊക്കെ അവർ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8.6 ആണെങ്കിൽ 8.6 ഇൻറ്റു 10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് നമുക്ക് 86 എന്ന് പറയുന്ന പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് CGPA ഇൻറ്റു പെർസെൻറ്റേജ് എന്നുള്ള ആ ഒരു കൺവേർഷൻ ഫോർമുല നമ്മുടെ സർട്ടിഫിക്കറ്റിലോ, നമുക്ക് ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ അത് മതി. ഓക്കെ, ഇനി അതല്ല അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് യാതൊരുവിധ കണ്ടീഷനും ഇല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതാണ് കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ സെലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റിലും നമുക്ക് പെർസെൻറ്റേജ് ഒന്നും മെൻഷൻ ചെയ്യില്ല, അതുപോലെ നമുക്ക് ക്ലാസ് പെർസെൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. ചില സർട്ടിഫിക്കറ്റിൽ വെറും CGPA മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടത്. ഇനി കാറ്റഗറി 2 ടെക്നീഷ്യൻ്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ സീരിയൽ നമ്പർ അത് 1 to 6 ആണ് നേരത്തെ പറഞ്ഞു. 7 എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഇക്വലൻസി, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ള, അതായത് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയുടെ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം. അത് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ, എങ്കിലേ അത് വാലിഡ് ആയിട്ട് നിലനിൽക്കുള്ളൂ. ഇനി ഇതിലേക്ക് മിനിമം ഏജ് മാത്രമേ ഉള്ളൂ, മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 20/9/2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി മിനിമം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് എത്ര വയസ്സ് വരെയെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ ഇതുള്ളൂ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, അത് ഡിപ്ലോമ ആണെങ്കിലും ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് എന്താ വരുന്നത്, ഈ പറയുന്ന 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ കേട്ടോ. അവിടെ ഏജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ, മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല.
അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ഓൾറെഡി നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു അപ്രന്റീഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അത് അപ്രന്റീഷിപ്പ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക്, അതായത് നമ്മുടെ ഡിപ്ലോമ ഇപ്പോൾ ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പിലേക്കാണെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് നോക്കും. ഡിപ്ലോമയിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെ സെലക്ട് ചെയ്യും. ഇനി ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളിൽ വരാൻ സാധ്യതയില്ല. മാർക്ക് ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർക്കാണ് വരിക. അതിലേക്ക് അപേക്ഷാ ഫീസോ എക്സാമോ ഒന്നുമില്ല. അങ്ങനെ ഈ മാർക്ക് അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കാം. അങ്ങനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും, നിങ്ങളെ ഈ പറയുന്ന നിശ്ചിത ഒഴിവുകളിലേക്ക് നിങ്ങളത് പ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് വേറെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻ്റർവ്യൂയോ മറ്റു കാര്യങ്ങളോ എക്സാമോ ഒന്നുമില്ല. അപ്പം നമ്മുടെ മാർക്ക് എന്താണോ, നമുക്ക് ഡിപ്ലോമയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്താണോ, ഇനി എല്ലാ ഡിഗ്രിയാണ്, ഡിഗ്രിയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്താണോ അതിനെ വെച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഇനി അപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ചെയ്താൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പല നോട്ടിഫിക്കേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില നോട്ടിഫിക്കേഷനിൽ അപ്രന്റീഷിപ്പ്, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില അഡ്വാൻറ്റേജ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, അതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ വന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതല്ലാതെ മറ്റ് വെയിറ്റേജ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലും നോട്ടിഫിക്കേഷൻസ് വരാം. അപ്പോൾ പെർമനന്റ് വാക്കൻസിയിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടൊക്കെ അപ്രന്റീഷിപ്പ് നിർബന്ധമായിട്ട് ഇത്തരം ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് എന്നുള്ള അപ്രന്റീഷിപ്പ് നിർബന്ധമായിട്ടും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പെർമനന്റ് വാക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന 1 year ആണ് ഇപ്പോൾ ട്രെയിനിങ് ഡ്യൂറേഷൻ. ആ 1 year കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഈ പറയുന്ന മറ്റു രീതിയിലുള്ള ഒരു ട്രെയിനിങ്, അതായത് അപ്രന്റീഷിപ്പ് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റേജിലുള്ള ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്, അതായത് നമ്മുടെ ചാനലിൽ അപ്ലൈ ചെയ്ത് നമ്മൾ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ കുറച്ച് കോൺടാക്റ്റുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് അവർ പറഞ്ഞത് പ്രകാരം മറ്റു രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള, അതായത് കോൺട്രാക്ട് ബേസിലേക്കൊക്കെ നമുക്ക് എങ്ങനെ കയറണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാനും ഒക്കെ അത് ഹെൽപ്പ് ആകും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തൊരു ചാൻസ്, നമുക്ക് അപ്രന്റീഷിപ്പ് ചെയ്താൽ ഇതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒട്ടുമിക്ക ബെനിഫിറ്റുകൾ. പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ സ്കില്ലാണെങ്കിലും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കോളം എയും കോളം ബിയും കാണാം. നിങ്ങൾക്ക് കോളം എയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓൾറെഡി നിങ്ങൾ പഴയ അപ്രന്റീഷിപ്പിൻ്റെ പോർട്ടലുണ്ട്. അതിൻ്റെ അഡ്രസ്സ് ഇങ്ങനെയാണ്, portal.mhrdnats.government.in. ഇതാണ് പഴയ നമ്മുടെ നാറ്റ്സ്. അപ്പോൾ നാറ്റ്സ് കുറച്ച് എന്താണ് മുൻപ്, അതായത് ഏകദേശം 2024 ആ ഒരു ആ സമയത്ത് ലാസ്റ്റിലേക്കൊക്കെ തോന്നുന്നത് പുതിയ വെബ്സൈറ്റ് വന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നാറ്റ്സ് പഴയൊരു വെബ്സൈറ്റ് ആയിരുന്നു. ആ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ നാറ്റ്സിൻ്റെ പുതിയ എന്താണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും, വെബ് അഡ്രസ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുതാ nats.education.government.in എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിം ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മുൻപത്തത്, പഴയത്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പഴയതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്കാണ് കോളം എ. പഴയ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തവർക്ക് കോളം എയിൽ പറയുന്ന സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പഴയ പോർട്ടലിൽ ഈ പറയുന്ന നാറ്റ്സിൻ്റെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പുതിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വീണ്ടും പഴയ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഞാനൊന്ന് വ്യക്തമാക്കി തരാം. നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കോളം എയിൽ ഇപ്പം ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന MHRD നാറ്റ്സ് എന്ന് പറയുന്ന പഴയ വെബ്സൈറ്റിൽ, നാറ്റ്സിൻ്റെ പഴയ വെബ്സൈറ്റിൽ ഞാൻ അപ്ലൈ ചെയ്ത ആളാണ്. അപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം എന്ത് ചെയ്യണം, ഈ ലിങ്ക് ഓപ്പൺ ആക്കണം. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ആക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു പോസ്റ്റിലേക്ക് വരും, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ കാണാം.
നോട്ടിഫിക്കേഷൻ കാണാം. അതിൻ്റെ താഴെ ആപ്ലിക്കേഷൻ ഫോം കാണാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ NATSൻ്റെ ലിങ്കാണ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ ഇതാ നാറ്റ്സ് ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നാറ്റ്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മൾ ആ പോർട്ടൽ. ഇപ്പം പുതിയ NATS 2 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ലോഗോയിൽ NATS 2 എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് പുതിയ പോർട്ടൽ. പഴയത് ഇതല്ലായിരുന്നു. അപ്പോൾ പഴയത് അറിയുന്നവർക്കറിയാം. ഓക്കെ, അപ്പോൾ NATS 2 ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ NATSൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ഈ കോളം എയിൽ പറയുന്ന എന്താണ്, ഈ കോളത്തിൽ പറയുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോർഗോട്ട് ദ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നാറ്റ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി പഴയ നാറ്റ്സിൻ്റെ പോർട്ടൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗമാണ്. അവിടെ സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ജനറൽ സ്റ്റുഡൻറ്റ്, അതിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ഇവിടെ കാണാം. നിങ്ങൾക്ക് ജനറൽ സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇമെയിലും പാസ്വേഡും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥി ആണെങ്കിലാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇവിടെ ഇതാ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ഇമെയിൽ ID ഉണ്ടാവുമല്ലോ, ആ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിൽ വരും. പാസ്വേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത് പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ഈ പറയുന്ന പഴയ പോർട്ടലിൽ നിന്നും പുതിയ പോർട്ടലിലേക്കുള്ള മൈഗ്രേഷൻ അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവും. ഓക്കെ, അതാണ് നമ്മൾ അങ്ങനെയുള്ള ഉദ്യോഗത്തിൽ ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം ഉള്ള സ്റ്റെപ്പ് കോമൺ ആയിട്ട് പറയാം കേട്ടോ. അതുവരെ ആ സ്റ്റെപ്പ് വരെ നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതുവരെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഓക്കെ, പുതിയ പോർട്ടലിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന നാറ്റ്സിൽ തന്നെ വരണം. ഓക്കെ, NATSൽ തന്നെ വരിക. നമ്മുടെ ഈ ലിങ്ക് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഈ സെയിം ലിങ്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഉപയോഗിക്കുക. NATS 2ലേക്ക് നമ്മൾ വരും. ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ജനറൽ സ്റ്റുഡൻറ്റ് ഇവിടെ കാണാം, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ. ഈ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മുടെ മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സെൻഡ് OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, മറ്റു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് 100% നമ്മുടെ പ്രൊഫൈൽ സെറ്റാക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പറയുന്ന NATS എൻറോൾമെൻറ്റ് ID-യും മറ്റു നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മളെടുത്തുണ്ടാകും. യൂസർ നെയിം ആയിട്ട് വരുന്ന നമ്മുടെ മെയിൽ ID-യും പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ട് കൂട്ടരും, അതായത് കോളം എയിലുള്ള ഉദ്യോഗാർത്ഥികളും കോളം ബിയിലുള്ള ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ടത് നമ്മളത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയാണ്, എന്തൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. നമ്മൾ അതിൽ സെർച്ച് ചെയ്യണം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ളത് നമ്മളിത് ലിമിറ്റഡ് ജസ്റ്റ് ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇതൊന്ന് നമ്മൾ സെർച്ച് ചെയ്യണം. ഓക്കെ, അതെവിടെ സെർച്ച് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈം ഔട്ട് ആയിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്യണമല്ലോ, ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജനറൽ സ്റ്റുഡൻറ്റ് ഇതവിടെ ലോഗിൻ, സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ ID-യും പാസ്വേഡോട് ചോദിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ലോഗിൻ ചെയ്യണം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതായിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മുടെ പേര് കാണിക്കും, നമ്മുടെ എൻറോൾമെൻറ്റ് ID ഇവിടെ കാണിക്കും, മെയിൽ ID കാണിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലൈ എഗെയിൻസ്റ്റ്. ഇതാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്ലൈ എഗെയിൻസ്റ്റ് അഡ്വർടൈസ്ഡ് വാക്കൻസീസ് ആണ് ഇവിടെ കാണാൻ പറ്റും. അപ്ലൈ എഗെയിൻസ്റ്റ് അഡ്വർടൈസ്ഡ് വാക്കൻസീസ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് എന്നുള്ളൊരു കോളുണ്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഏറ്റവും കോർണർ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഞാൻ എന്താണ് കോപ്പി ചെയ്തല്ലോ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഇതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്താണ്. ഞാൻ ഇതേ ടേം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ എളുപ്പത്തിന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ പേസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ സിവിലാണ്. അപ്പോൾ സിവിലിൽ ഡിപ്ലോമയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാച്ച് ആകുന്നതാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സിവിൽ എന്ന് പറയുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ വാക്കൻസീസും മറ്റ് കാര്യങ്ങളും ഒക്കെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം 8 സെപ്റ്റംബർ 2025 ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കാണാം 25 സെപ്റ്റംബർ 2025. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. ഈ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാനിത് ടൈം ഔട്ട് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് മുൻപ് ഞാൻ എന്താണ്
ഈ പറയുന്ന ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് അത് പോകും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്ന 2-3 ക്ലിക്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് അത് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. നാറ്റ്സ് ത്രൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, വേറെ പോർട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവർ അയക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മെയിൽ ത്രൂ വരും. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, അത് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 10/9/2025 മുതൽ 25/9/2025 നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്